നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണികൃഷ്ണൻ. അയാൾ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ തനിനിറം പുറത്തായത്. നിങ്ങളെ മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇതെന്ന് ആര് കണ്ടു? അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട. പ്രേംശങ്കറിനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ? അക്കാര്യത്തിൽ നീ ഉണ്ണികൃഷ്ണനെ സംശയിക്കുകയേ വേണ്ട. അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത്. അങ്ങനെ ഓരോ അടവും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഡാഡി, രാത്രിയിലത്തെ ഗുളിക തീർന്നു. എന്നിട്ടെന്താ പറയാതിരുന്നത്? മരുന്ന് മുടങ്ങിയ അതിന്റെ ഫലം പോവില്ലേ മോളെ? ഒരു നേരം മുടങ്ങിന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഡാഡി. നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിപ്പിക്കണം. ഉണ്ണികൃഷ്ണൻ അറിയാമോ, അരുന്ധതിക്ക് 18 തികഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 4 വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ. സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സുഖം അനുഭവിക്കാൻ ഒരു യോഗം വേണ്ടേ? എന്താ സാർ? ചൊവ്വാദോഷമുള്ള ജാതകം അവളുടെ. ചൊവ്വാദോഷമുള്ള എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ സാർ? ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തിൽ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊസീഡ് ചെയ്യാറില്ല. ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ? വിവാഹം നടന്നേക്കും, പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ? അവളുടെ തലക്കുറി ഞാൻ തരാം. അതുമായിട്ട് ചേരുന്ന വല്ല ജാതകം ഉണ്ടോ നോക്കൂ, നമുക്ക് ആലോചിക്കാം. ഈ മാസം 23-ാം തീയതി അവളുടെ ജന്മദിനമാണ്. ജന്മദിനങ്ങൾ ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടത് ഞങ്ങൾ കരുതി. പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും. കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി. ഓഹോ, അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ? എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ. ഉണ്ണി തീർച്ചയായും വരണം. വരാം. ഇത്തവണ എന്താ പരിപാടി? ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി. അതാരാ കക്ഷി? എനിക്കും അറിയില്ല. തമിഴ്നാട്ടിലെ വലിയ സംഗീതജ്ഞനാണ്. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫിന്റെ ഏർപ്പാട്. ഇനി നമുക്ക് നടത്തം മതിയാക്കി തിരിയാം. ഓ അല്ല, സാർ നടന്നോളൂ, ഞാൻ പിന്നെ വന്നോളാം. ഇരണിയിൽ ചിന്നപ്പ. അങ്ങനെയാണല്ലേ? മെടുക്ക സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ, ജീവിക്കാൻ ഒരു വഴിയായല്ലോ. ചൊവ്വാദോഷക്കാരിക്ക് ഒരു ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് കുറെ കാലം കൊണ്ടുനടക്കാവുന്ന ഒരു പണിയാണല്ലോ. ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ച് കൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി 4-ാം തെലുങ്ക് CID പടങ്ങൾ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേയില്ല. കേവലം 4000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അധപ്പതിക്കുന്നതിന്റെ എടാ പട്ടി, എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ച് കടന്ന് കയറിയില്ലേ? അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോ ഓഹരി എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. അരുന്ധതിക്ക് ചൊവ്വാദോഷമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം. രഹസ്യങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലടാ. എന്റെ കഴിവ് നിന്റെ കയ്യിലാണ്. അത് താമസിയാതെ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. അതെ, CID ഉമ്മൻകോശി. സീക്രട്ട് ഫയൽസിൽ കയറി പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ MAML-കാരനാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽക്കാറ്റ് കൊള്ളണമെന്നില്ല. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി. ഇരുവർക്കും സർവനാശം ഭവന്തു. അരുന്ധതി നായർ, 23-ാം തീയതി 22 വയസ്സ് തികയും. ചൊവ്വാദോഷം. എന്തോ ചെറിയ അസുഖമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബർത്ത്ഡേയുടെ അന്നാകട്ടെ. അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറി പറ്റണം. അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല. പക്ഷേ CID ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കുകയാണല്ലോ. ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക തന്നെ. ബർത്ത്ഡേക്ക് പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം. പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ. അതുകൊണ്ട് വേഷപ്രച്ഛന്നനായി തന്നെ പോണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം.
പാട്ടുക്കടാ ഇരണിയിൽ ചിന്നപ്പ ആമലാണ്ട ഇരണിയിൽ ചിന്നപ്പ. ആനന്ദപത്മനാഭൻ സാർ പറഞ്ഞിട്ട് വന്നതാ. സന്തോഷം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് അനന്തപത്മനാഭൻ സാറ്. വണ്ടി അയക്കുന്നു പറഞ്ഞാൽ അയക്കില്ല, അയക്കില്ല എന്ന് പറഞ്ഞാൽ അയക്കും. ரொம்ப സന്തോഷം. ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചേരിക്ക് പോവാം. ரொம்ப ரொம்ப സന്തോഷം. വന്നോളൂ. Happy birthday to you. Happy birthday. Happy birthday. രാമേന്ദ്ര, ഇനി കച്ചേരി തുടങ്ങാം. ഓക്കെ ചിന്നപ്പ, ആരംഭിച്ചോളൂ. എന്താ ഇത്? കറണ്ട് പോയോ? ടോർച്ചെടുക്ക, നോക്കട്ടെ നോക്കട്ടെ. ടോർച്ചെവിടെ? അയ്യോ അയ്യോ, അവക്കളല്ലേ ഒറിജിനൽ ഇരണിയൽ ചിന്നപ്പ. അദ്ദേഹമായിരുന്ന ഇപ്പൊ 2 കീർത്തന പാടി കേട്ടിക്കല. എന്താ ഇത്? പിന്നെ ഈ പാടിവരക്കാരാ? அதெல்லாம் எங்களுக்கு தெரியாது சார். காலையில ஒருத்தன் பஸ் ஸ்டாண்ட்ல வந்து எங்களை கூப்பிட்டுக்கிட்டு லாட்ஜ்ல கொண்டு போய் ரூமை காட்டி படுத்து தூங்க சொல்லியாச்சு சார். நேற்றுக்கு கச்சேரி இருந்ததுனால நாங்க எல்லாம் தூங்கி போயிட்டோம். எழுந்திருச்சு பார்க்கும்போது மணி 7. விருதி வச்சு நாங்க வெளியே வர பார்க்கும்போது முறி வெளியில இருந்து பூட்டி இருக்கு சார். அப்புறம் லோட்ஜுக்காரன் வந்து டூப்ளிகேட் சாவி போட்டு திறந்துதான் சார் நாங்க வெளியே வந்தோம். நான் பாடட்டுமா? ഒരു പുല്ലും വേണ്ട ഇവിടെ. എല്ലാരും പോകുന്നുണ്ടോ? கடவுளே, எந்த ஒரு ப்ரோக்ராம் போயாச்சு. ഒന്ന് മാറിയേ. എന്താ എന്താ ഇവിടെ? എന്താ സാർ ഇവിടെ പ്രശ്നം? പറയണ സാർ. ഞാനില്ലേ സാർ? എന്താ സാർ? ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല. താനിത് എവിടെയായിരുന്നോ? നല്ലൊരു ദിവസമായതുകൊണ്ട് ഞാൻ പുറത്തു പോയി ലൈസൻസ് മാറിച്ച്. എന്തായി ആലോചിച്ചിരിക്കുന്നത്? ഇതെങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. താങ്കൾ പോലീസിനെ വിളിക്കും. എന്തിനാ ഭാവതരെ പോലീസിനെ വിളിക്കുന്നത്? നിന്ന് മിഴാഞ്ചാതെ ഇനി അങ്ങ് പോ. തറവേല കാണിക്കുകയാണെങ്കിൽ തലേദിവസം പറയണം. എന്ത് പറ്റി സാറേ? ഇതേ വേഷം മറ്റവന്മാർക്ക് കൊടുക്കാൻ തന്നോട് ആര് പറഞ്ഞോടോ? എന്റെ പൊന്ന് സാറേ, ഞാൻ കൊടുത്തതല്ല. സാർ ഇവിടെ വന്ന് ഇത് എടുത്തോണ്ട് പോകുന്നത് അവന്മാര് കണ്ടു. എന്റെ ജീവിതത്തിൽ ഇതേവരെ കേൾക്കാത്ത പുളിച്ച തെറി ആ ഉമ്മച്ചൻ സാർ എന്നെ പറഞ്ഞ്. മറ്റാ സാറാണെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് എന്റെ 6ആം വാരിയെല്ലാം ഊരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് സാറേ ഞാൻ കൊടുത്തത്. പുതിയ വേഷം വല്ലതും വേണം. പുതിയ വേഷം? നിന്റെ ആത്മധൈര്യമില്ലാത്ത അലവലാതി. നിന്റെ കടയിൽ നിന്നുള്ള സാധനം എടുപ്പ് ഇതോടെ കുഞ്ചു. സാർ, കുഞ്ഞെന്നെ വിളിച്ചായിരുന്നോ? ആ വിളിച്ചു. അകത്തേക്ക് വാ. അയ്യോ, എന്ത് ചെയ്യാൻ പോണു? ഒരു പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തി നാട്ടുകാർ അറിഞ്ഞ് എനിക്ക് നാണക്കട. എന്നെ വിടൂ, ഞാൻ പോട്ടെ. Shut up. Don't talk rubbish. അയ്യോ, ഇരണിയൽ ചിന്നപ്പയുടെ വേഷം കെട്ടി ഇന്നലെ പാട്ട് പാടിയവരെ ഉമ്മച്ചൻ അറിയാമോ? ഇല്ല. അതിലൊരാൾക്ക് ഉമ്മച്ചന്റെ ചായ ഉണ്ടായിരുന്നു. ചിലപ്പോ കാണും. എന്റെ അപ്പച്ചന്റെ സ്വഭാവം അത്ര നല്ലതല്ലായിരുന്നു എന്ന് അമ്മച്ചി കൂടെ കൂടെ പറയാറുണ്ട്. നാട്ടുകാരും പറയാറുണ്ട്. അത് ഉമ്മച്ചനാണോന്ന് അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. അല്ലെന്ന് ഉറപ്പല്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏയ് ഇല്ല. എന്നാ ഞാൻ പോട്ടെ. ഉമ്മച്ചനെ നിന്നേ. അയ്യോ, ഇതാരുടെ? ഇതെവിടെ നിന്ന് കിട്ടി? ഉമ്മച്ചന്റെ മുറിന്ന്. ഇനി ഒന്നും ഒളിക്കണ്ട. സത്യം പറഞ്ഞോ, നിങ്ങൾ എന്തിനാ ഇന്നലെ വേഷം മാറി വന്നത്? അത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പോലീസിനെ വിളിക്കാം. അയ്യോ വേണ്ട, എല്ലാം ഞാൻ പറയാം. എന്തിനായിരിക്കും അരുന്ധതി കാണണമെന്ന് പറഞ്ഞത്? ഒരു പക്ഷേ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും. യവന്മാരുടെ മുന്നിൽ വെച്ച് പറയാൻ അനുവദിച്ചുകൂടാ. കള്ളി വിളിച്ചതായ കാര്യം യവന്മാരിപ്പോ അറിയണ്ട. അരുന്ധതി വരട്ടെ. CID-മാര് വന്നിട്ട് അധിക നേരം ആയോ? അയ്യോ, ഇതെന്തോന്നു? ക്ഷമിക്കണം, നിങ്ങളൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതെങ്ങനെ? എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ?
അരുന്ധതി നായരെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെ ആയി? അരുന്ധതി നായർ 22 വയസ്സ്, അഷ്ടമത്തിൽ ചൊവ്വ. ഇതിൽ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? പെണ്ണിന്റെ മനസ്സ് തുറക്കണമെങ്കിൽ അത് അവള് തന്നെ വിചാരിക്കണം. CID-യോ CBIയോ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ആക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുന്നത്? അല്ല, സഹായിക്കാൻ. ഞാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കണ്ട. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. അതിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആൾക്കാർ ജോലി. അതുകൊണ്ട് ഞാൻ അത് നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. നിങ്ങൾ 3 പേരും എന്റെ പിന്നാലെ കുറെ ചുറ്റിത്തിരിഞ്ഞതല്ലേ. അതുകൊണ്ട് 3 പേരോടുമായിട്ട് എനിക്ക് എന്തെങ്കിലും പറയാനുള്ളൂ. ആദ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അരുന്ധതിയുടെ തീരുമാനത്തിൽ എനിക്ക് സമ്മതം. അരുന്ധതി നായരെ കുറിച്ചല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അതെ അതെ അതെ. എന്നാൽ അത് ഞാനല്ല. ഞാൻ രേവതി നായർ. അരുന്ധതി നായർ സഹോദരനോടൊപ്പം അമേരിക്കയിൽ പഠിക്കുന്നു. മാട്രിമോണിയൽ പരസ്യം കണ്ട് ഡാഡി എഴുതിയത് അവൾക്ക് വേണ്ടിയാണ്. കള്ളം. അനന്ത പത്മനാഭൻ സാറിന് ഒരു മകളെ ഉള്ളൂ എന്നാണല്ലോ ഞങ്ങൾക്ക് സീക്രട്ട് ഫയൽസിൽ കിട്ടിയ ഇൻഫർമേഷൻ. അതെ, കൊച്ചച്ഛന് ഒരു മകളെ ഉള്ളൂ. അതാണ് അരുന്ധതി നായർ. കൊച്ചച്ഛനോ? അനന്ത പത്മനാഭൻ എന്റെ കൊച്ചച്ഛനാണ്. അപ്പോ രേവതിയുടെ അച്ഛൻ? എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എന്റെ മമ്മിയും ഡാഡിയും ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി. കൊച്ചച്ഛനും കുഞ്ഞമ്മയാണ് എന്നെ വളർത്തിയത്. സ്വന്തം മകളെ പോലെ. പേരിന്റെ കാര്യത്തിൽ പോലും ഞങ്ങൾ തമ്മിൽ പിണങ്ങരുതെന്ന് കരുതി കൊച്ചച്ഛന്റെ മകളുടെ പേര് ചൊല്ലിയാണ് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ സ്വന്തം പേരിന് രേഖകളിൽ മാത്രമേ ഉള്ളൂ. രേവതി എക്സ്പോർട്ടേഴ്സ്. എന്റെ ഡാഡി തുടങ്ങി വെച്ച കമ്പനിയാണത്. ആ ബോർഡ് വല്ലപ്പോഴും കാണുമ്പോഴാണ് ഞാൻ എന്റെ പേര് ഓർക്കുന്നത് തന്നെ. ഇന്ന് എനിക്കവർ കൊച്ചച്ഛനും കുഞ്ഞമ്മയും അല്ല, എന്റെ ഡാഡി മമ്മിയാണ്. എനിക്കറിയാം. ചൊവ്വാദോഷം മൂലം അരുന്ധതിയുടെ രേവതിയുടെ കല്യാണം നടക്കാത്തതില് അനന്ത സാറിന് വലിയ പ്രയാസമുണ്ട്. ഇല്ല, എന്റെ ജാതകത്തിനൊരു കുഴപ്പമില്ല. ഉമ്മച്ചൻ ഫയലിൽ എഴുതിയില്ലേ എനിക്കെന്തോ ചെറിയ അസുഖം ഉണ്ടെന്ന്? ചെറുതല്ല, മരുന്നുകളുടെ പച്ചയിൽ ജീവിക്കുന്ന രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് SSLC കഴിഞ്ഞപ്പോ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. വിവാഹം എനിക്ക് വിധിച്ചിട്ടില്ല. ആ വിവരം പുറത്തു പറയാൻ വിഷമമുള്ളതുകൊണ്ടാണ് എനിക്ക് വരുന്ന ആലോചനകൾ ചൊവ്വാദോഷത്തിന്റെ പേരിൽ ഡാഡി ഒഴിവാക്കുന്നത്. മറ്റുള്ളവർ എന്നെ ഒരു രോഗിയായി കാണുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. 10 മിനിറ്റിനുള്ളിൽ വരാന്നും പറഞ്ഞിറങ്ങിയതാ. മമ്മി ഇപ്പൊ അന്വേഷിക്കുന്നുണ്ടാവും. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ പുറകെ നടന്ന് കുറെ സമയം വേസ്റ്റ് ആക്കി. ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. വരട്ടെ. ഉമ്മച്ചൻ എങ്ങോട്ടാ? ഞാൻ പോവാ. അന്വേഷണം പൂർത്തിയാക്കാതെ പോവാണോ? നിങ്ങൾ CID-മാരാണെന്നുള്ള കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ല. അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാൻ വയ്യാത്തോണ്ടാ ഞാൻ പറയാഞ്ഞത്. അമേരിക്കയിലുള്ള അരുന്ധതിയെക്കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട. ഇന്നലെ വരെ അന്വേഷണത്തിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത് പോയി. കുട്ടി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. കാണണമെന്ന് പറഞ്ഞ വേറൊന്നിനുമല്ല. ഒരു ജോലിക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ നമ്മൾ പരസ്പരം വെല്ലുവിളിക്കുകയും പാരവയ്ക്കുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയതുമില്ല. ഓരോ നിമിഷവും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിന് മുമ്പിൽ നമ്മുടെ പകയ്ക്കും വിദ്വേഷത്തിനൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിനൊരു തടസ്സമാവുന്നില്ല. ഈ കേസ് അന്വേഷണത്തിൽ ഞാൻ പിന്മാറുക. നമ്മൾ CID-മാരാണെന്ന കാര്യം
രേവതി നായർ അനന്തപത്മനാഭനെ അറിയിച്ചിട്ടില്ല. അരുന്ധതി നായരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ ആ കുട്ടി ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. താല്പര്യമുള്ളവർക്ക് അത് ഏറ്റെടുക്കാം. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഫയലിൽ എഴുതിയ അബദ്ധങ്ങൾ നശിപ്പിച്ചെങ്കിലും രേവതിയെ കുറിച്ചുള്ള വിചാരങ്ങൾ മായുന്നില്ല. അന്വേഷണത്തിന് വേണ്ടി ആയിരുന്നെങ്കിലും അവളുമായിട്ട് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത് ഞാനാണ്. എനിക്ക് അവളെ കൈയൊഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. രേവതിക്ക് എന്ത് അസുഖമാണെന്ന് അറിയണം. അനന്ത പത്മനാഭനുമായിട്ട് വലിയ അടുപ്പത്തിലായതുകൊണ്ട് ഉണ്ണികൃഷ്ണത് പറ്റും. അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാ. പ്ലീസ്. ആർക്കാ മരുന്ന്? മോൾക്ക. മുമ്പൊരിക്കെ ഹോസ്പിറ്റലിൽ വെച്ച് അരുന്ധതിയെ കണ്ടപ്പോ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചാ. മോൾക്ക് എന്താ സാർ അസുഖം? അല്ല, ഞാൻ ചോദിച്ച തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. മകളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരച്ഛനും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണ്ണികൃഷ്ണൻ ചോദിച്ചത്. എന്നെപ്പോലെ നിർഭാഗ്യവാനായ ഒരു അച്ഛനെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കണ്ടത്. അതിനുശേഷം മനസ്സുഖം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാ? അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ വിധിക്ക് വിട്ടിട്ട് വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് ഉറപ്പാണോ? എന്നാണ് ആ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞത്. ഇത്രയും വൈറ്റമിൻസ് കഴിക്കണമെങ്കിൽ രേവതിക്ക് കൊടുക്കുന്നത് വളരെ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സ് ആയിരിക്കണം. അത് ശരിയാ. രേവതിയുടെ അസുഖത്തിന്റെ പേരറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൾ കഴിക്കുന്ന മറ്റു മരുന്നുകളുടെ പേരറിയണം. അതിനെന്താ ഒരു വഴി? വഴിയുണ്ട്. പക്ഷേ വിദേശത്ത് കൊണ്ടുപോയാൽ പോലും സുഖപ്പെടാത്തൊരു അസുഖത്തിന്റെ പേരറിഞ്ഞിട്ട് പ്രേമൻ എന്ത് കിട്ടാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അനന്തപത്മനാഭൻ അത് പറയാൻ മടിച്ച സ്ഥിതിക്ക് ആ അസുഖത്തിന്റെ പേരറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട്. എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ. എന്താണ്? ഉണ്ണികൃഷ്ണന് ദേഷ്യം തോന്നരുത്. പ്രേമനെ തല്ലാൻ ഉണ്ണികൃഷ്ണനാണ് ആളെ വിട്ടത് എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഞാനാണ്. സത്യത്തിൽ പ്രേമനെ തല്ലാൻ ആളെ അയച്ചത് അനന്തപത്മനാഭനാണ്. അപ്പോ അനന്തപത്മനാഭന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമുക്കിതേക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഓക്കേ.